മെയ് 20 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: സിയന്നയിലെ വിശുദ്ധ ബെർണർഡിൻ, വിശുദ്ധ തലേലെയൂസ്, വിശുദ്ധ അസ്റ്റേരിയൂസ്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ അനസ്റ്റാസിയൂസ്, വിശുദ്ധ അക്യുല, വിശുദ്ധ ഔസ്ത്രേജിസിലൂസ്, വിശുദ്ധ ബെസില, വിശുദ്ധ എദൽബർട്ട്. സിയന്നയിലെ വിശുദ്ധ ബെർണർഡിൻ 1380-1444 കാലഘട്ടത്തിലാണ് സിയന്നയിലെ വിശുദ്ധ ബെർണർഡിൻ ജീവിച്ചിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒരു ഉത്തമ ശിഷ്യനും ഒരു പ്രശസ്ത വാഗ്മിയും കർശന നിയമാനുഷ്ഠാനുക്കളായ ഫ്രാൻസിസ്കൻ സഭാവിഭാഗത്തിന്റെ സ്ഥാപകനുമായ ബെർണർഡിൻ സിയന്നയിൽ മാസ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിൽ 1380 ജനിച്ചു. ബെർണർഡിന് 3 വയസ്സുള്ളപ്പോൾ മാതാവും 7 വയസ്സുള്ളപ്പോൾ പിതാവും മരിച്ചു. ഡിയാന എന്ന അമ്മായിയാണ് ബെർണർഡിനെ ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ വളർത്തിയത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ ശനിയാഴ്ചയും ദൈവമാതാവിനുള്ള ഭക്തിയാൽ അവൻ ഉപവസിച്ചിരുന്നു. ഒരു ഭിക്ഷുവിന് ഒന്നും നൽകാതെ വിടേണ്ടി വന്നപ്പോൾ കുട്ടി അമ്മയോട് ചോദിച്ചു, ദൈവത്തെ പ്രതി ഈ സാധു മനുഷ്യന് വല്ലതും നൽകണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭക്ഷിക്കുകയില്ല. എനിക്ക് ഭക്ഷണം ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാൻ ഇച്ഛിക്കുന്നത് ദരിദ്രന് ഭക്ഷണം ലഭിക്കുകയാണ്. 11ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ സഹോദരന്മാർ ബെർണർഡിന് ഉത്തമമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഏർപ്പാട് തുടങ്ങി. സഭ്യതരമായൊരു വാക്കുപോലും അവൻ ഊരിയാടിയിരുന്നില്ല. 17ാമത്തെ വയസ്സിൽ അവൻ ദൈവമാതാവിൻ്റെ സൊഡാരിറ്റിയിൽ ചേർന്നു. 1400-ലെ വസന്തയിൽ സിയന്നയിലെ ആശുപത്രിയിൽ ദിനംപ്രതി 10-20 പേർ മരിച്ചിരുന്നു. അന്ന് ആശുപത്രിയിൽ ഇത്രയും എളിയ ജോലികൾ പോലും ബെർണർഡിൻ നിർവഹിക്കുകയുണ്ടായി. 4 മാസം നീണ്ടുനിന്ന ഈ വസന്തയിൽ ആശുപത്രിയിലെ ക്രമം പാലിച്ചത് ബെർണർഡിനാണ്. അവസാനം വരെ വസന്ത അദ്ദേഹത്തെ ബാധിച്ചുമില്ല. 22ാമത്തെ വയസ്സിൽ ബെർണർഡിൻ കർശനാനുഷ്ഠാനമുള്ള ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. 1404 സെപ്റ്റംബർ 8-ാം തീയതി വ്രതവാഗ്ദാനം ചെയ്തു. അന്നു മുതൽ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ കൂടുതൽ മാനസാന്തരങ്ങൾ ഉളവാക്കി. എങ്ങനെയാണ് പ്രസംഗത്തിന് ഒരുങ്ങുക എന്ന് ചോദിക്കുന്നവരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു: നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവരാജ്യത്തെയും ദൈവമഹത്വത്തെയും അന്വേഷിക്കുക. സർവവും ദൈവസ്തുതിക്കായി നിർമ്മലമായി ചെയ്യുക. മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം സ്വയം അഭ്യസിക്കുക. ബെർണർഡിൻ പുതിയ ഫ്രാൻസിസ്കൻ വിഭാഗത്തിൽ ചേർന്നപ്പോൾ അതിൽ 300 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. മരിക്കുമ്പോൾ ആ കർശനാനുഷ്ഠാന വിഭാഗത്തിന് 4000 അംഗങ്ങളുണ്ടായി. വീണ്ടും പ്രസംഗിക്കാൻ അദ്ദേഹം ഇറങ്ങി. യാത്രയിൽ പനിബാധിതനായി 64ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ബെർണർഡിന്റെ പ്രധാന ഭക്തി ഈശോയുടെ തിരുനാമത്തോടുള്ളതായിരുന്നു. അദ്ദേഹം IHS എന്ന ചിഹ്നം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈശോയുടെ തിരുനാമം യൂസുസ് ഹോമിനം സാൽവേറ്റർ എന്ന ലത്തീൻ ഭാഷയിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ 3 അക്ഷരങ്ങളാണിവ. ദൈവമാതാവിനോടുള്ള ഭക്തിയും തീവ്രമായിരുന്നു. 1450 മെയ് 24-ന് നിക്കോളാസ് 5-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം വിശുദ്ധ ഫെലിക്സിന്റെ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. എല്ലാ സൃഷ്ടികളും നമ്മുടെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തും, അവയെ ശരിയായി വീക്ഷിക്കണം എന്ന് മാത്രം. സിയന്നയിലെ വിശുദ്ധ ബെർണർഡിനെ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.